പടം കത്തിച്ച് ബ്രോ, ഒരു രക്ഷയില്ല, കിടിലം. സെക്കൻഡ് ഹാഫിന്റെ ഗ്രാഫ് കിടിലം പടം. നമ്മുടെ തിയേറ്ററിൽ തീരാൻ വേണ്ടിയുള്ള ഐറ്റം അല്ലായിരുന്നു. ഒരു അവിഞ്ഞ പായസം അതിനകത്തിന് അണ്ടിപ്പരിപ്പിട്ടോ മുന്തിരിട്ടോ ഒന്നും ഒരു കാര്യമില്ല. മമ്പറംപള്ളിയിലെ ഉറൂസുമായി അമീർ അലിയും കൂടെ അഹമ്മദ് അലിയും എത്തുന്ന മലയാളത്തിന്റെ ഫസ്റ്റ് ഓണം എൻട്രി പൃഥ്വിയുടെ ഖലീഫ കണ്ടിറങ്ങി ഓടിച്ചോടെ എങ്ങനെ ഉണ്ടായിരുന്നു റിവ്യൂ ചോദിച്ചു നോക്കാം. സിനിമ കണ്ടോ നിങ്ങളുടെ റിവ്യൂസ് ഒക്കെ കമന്റ് ചെയ്തേക്കുക. അപ്പൊ നേരെ ഖലീഫ റിവ്യൂലേക്ക്. പടം കത്തിച്ച് ബ്രോ, ഒരു രക്ഷയില്ല, കിടിലം. സെക്കൻഡ് ഹാഫിന്റെ ഗ്രാഫ് കിടിലം പടം. അഹമ്മദ് അലി എത്തി, ഓണം തൂക്കി, പൃഥ്വിരാജ് തൂക്കി, സ്റ്റൈലിഷ് ക്യാരക്ടർ, കിടിലം പടം, കിടിലൻ പടം. സർപ്രൈസ് ക്യാമിയോ ഉണ്ട്. അമീർ അലിയുടെ പൊട്ടിക്കൽ കാത്തിരുന്നു. പൊട്ടിക്കല് വലിച്ചു വാരിയിട്ടുണ്ട്. പിന്നെ എന്താ നമ്മളെ യൂഷ്വലി കാണാറായിട്ടുള്ള ഗോൾഡും ഗോൾഡ് സ്മഗ്ലിങ്, പിന്നെ എന്തെങ്കിലും പ്രശ്നം. എനിക്ക് തോന്നുന്നു റോക്കി ബായി ഒക്കെ ഉള്ളെന്ന് കൊണ്ട് രക്ഷപ്പെട്ടിട്ടുള്ളത്. റോക്കി ബായി, നമ്മുടെ അയണ്ണാത്ത ദേവ, പിന്നെ സാഗറിലെ ജാക്കി. സർപ്രൈസ് ഒക്കെ ക്യാമിയോ രക്ഷിച്ചോ? ക്യാമിയോ ഒന്നുമില്ല. അതായത് ഒരു അവിഞ്ഞ പായസം അതിനകത്തിന് അണ്ടിപ്പരിപ്പിട്ടോ മുന്തിരിട്ടോ ഒന്നും ഒരു കാര്യമില്ല. ഓണം തൂക്കാനുള്ള ഒരു പരിപാടി ഇല്ല. അപ്പൊ തിയേറ്ററിൽ ഇപ്പം പോയി തൂക്കാം, അല്ല വേറെ ഒന്നുമില്ല. എന്താ പറയാന്, കുഴപ്പമില്ല. ആവറേജ് പടം, മിഡ് പടം. ഭയങ്കര വലിയ ടോപ്പ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇട്ടങ്ങ് അമറലി ഇട്ടങ്ങ് ഓട്ടിക്കുമായിരുന്നു BGM. ചില സമയത്ത് ഓക്കെ ആണെന്ന് തോന്നുന്നു. ആ ട്രെയിലറിൽ കണ്ട കിണ്ടലടി പരിപാടി, ഇടിയല്ല ഓക്കെ. നമുക്ക് ഇടി കാണണമെന്നുണ്ടെങ്കിൽ ഈ പടം കാണാം. അല്ലാതെ ഭയങ്കര ഡ്രാമയും നാടകം ഒക്കെ ഈ പടം. ലാലേട്ടൻ രക്ഷിച്ചോ? ലാലേട്ടൻ ഓക്കെ, ലുക്ക് വൈസ് ഓക്കെ. പക്ഷെ ഡയലോഗ് ഡെലിവറി ഒക്കെ വന്നപ്പോൾ ഭയങ്കര ഒരുമാതിരി ആയിട്ട് തോന്നുന്നു. ഓവർ CG ഒക്കെ ചെയ്യുന്നുണ്ട്, വലിയ കുഴപ്പമില്ല. മിഡ് പോയി. അടിപൊളി പടമാണ് ബ്രോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പൊ ഞാൻ പൃഥ്വിരാജ് ഫാനാണ്. എനിക്ക് നല്ല രോമാഞ്ചമുണ്ട്. ക്ലൈമാക്സ് ആയി കഴിയുമ്പോഴേക്കും ഭയങ്കര റൊമാൻറ്റിഫിക്കേഷനാണ്. അടിപൊളി പടമാണ്. ലാലേട്ടന്റെ ക്യാമിയോ അടിപൊളിയാണ്. പിന്നെ വേറൊരു സർപ്രൈസ് ക്യാമിയും കൂടെ ഉണ്ട്, അതും അടിപൊളിയാണ്. പിന്നെ പൃഥ്വിരാജ് ഭയങ്കര ലുക്ക് ആയിട്ടുണ്ട് പടത്തിൽ. പൃഥ്വിരാജിനെ കണ്ടോണ്ടിരിക്കുക. ഓണം തൂക്കാനുള്ളതുണ്ട്. സ്റ്റൈലിഷ് അടിപൊളി പടമാണ്. ക്യാമിയോന്നൊക്കെ പറഞ്ഞു ഓരോ പടം പീക്കാണ്, എൻജോയ് ചെയ്യാൻ പറ്റിയ പടമാണ്. സെക്കൻഡ് ഹാഫ് തൊട്ട് ഫുള്ള് കത്തര അങ്ങോട്ട്. ബ്രോ കുറച്ച് ലാഗ് ഉണ്ട്, പക്ഷെ എന്നാലും ക്ലൈമാക്സ് ഒക്കെ എത്തുമ്പോൾ നമുക്ക് ആ ഒരു പീക്ക് ലെവൽ സംഭവം കിട്ടും. പിന്നെ അഹമ്മദ് അലി പീക്കാണ്. പടം ഒരു ഗ്രാഫ് കണക്കാ. ചില ഇപ്പം ടോപ്പ് ആവും, പിന്നെ ഒന്ന് ലോ ആവും. പക്ഷെ എന്നാലും അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് കറക്റ്റ്. പിന്നെ BGM പറയാനാണെങ്കിൽ ഒരേ ലെവലിൽ പോകുന്നുണ്ട്. വലിയ മോശമായിട്ടൊന്നുമില്ല, കിട്ടില്ല. അത്ര ഭയങ്കര ഹൈപ്പായിരുന്നല്ലോ. ഹൈപ്പ് എല്ലാം ക്ലൈമാക്സിനെ തീർത്തിട്ടുണ്ട്. പക്ഷെ അല്ലാണ്ട് ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് കിട്ടിയിട്ടില്ല, അത്ര കത്തിയത്. പക്ഷെ JXP ജോയ് കിടില്ല. BGM ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. പടം കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കാം. നല്ല ക്യാമിയോസ് ഒക്കെ ഉണ്ട്. പടം ഓവറോൾ നോക്കി കഴിഞ്ഞാൽ പ്രതീക്ഷ പോലെ വലിയൊരു ഹൈ കിട്ടി. എനിക്കത്ര ഹൈ കിട്ടിയില്ല, പക്ഷെ ചില സീൻസിലൊക്കെ നല്ല ഹൈ ഉണ്ടായിരുന്നു. കുഴപ്പമില്ല. ഓക്കെ, ലാസ്റ്റ് ക്യാമിയോ ഉണ്ട്, ബ്ലാസ്റ്റ് ആവും തിയേറ്റർ. ആ ക്യാമിയിൽ അത്രയും നേരത്തെ ആ ഒരു വെയിറ്റിംഗ്, ആ ക്ലൈമാക്സ് സീൻ തീർത്തിട്ടുണ്ട്. ക്യാമിയോ മാത്രമേ ഉള്ളെന്നാണോ? ക്യാമിയോ മാത്രമല്ല, ഫസ്റ്റ് നമുക്ക് പടം ഇഷ്ടപ്പെടും. പക്ഷെ അത്ര നേരത്തെ ആ ഒരു ഇതുണ്ട്, വെയിറ്റിംഗ്, ആ ക്ലൈമാക്സ് സീനെ അവർ നമ്മളെ ത്രില്ലടിപ്പിക്കും. ഇന്റർവ്യൂ കഴിഞ്ഞ് കുറച്ചുണ്ട്. ലാലേട്ടൻ രക്ഷിച്ചോ? ക്ലൈമാക്സ് ഒന്ന് ചെറിയൊരു തന്നിട്ടുണ്ട്, പക്ഷേ വന്നൊരു ഓളം ഉണ്ടാക്കുവോ? കുഴപ്പമില്ല. നമ്മൾ ട്രെയിലർ കണ്ടല്ലോ, വൻ പരിപാടി ഇടിയൊക്കെ വെച്ചിരുന്നു. ആക്ഷൻസ് ഒക്കെ എല്ലാം കൊള്ളാം, ആക്ഷൻസ് എല്ലാം കൊള്ളാം. പക്ഷെ സ്റ്റോറി ഇച്ചിരി വീക്ക് ആയി പോയി. ക്ലൈമാക്സ് സ്ഥിരം ഒരു ഓണം അല്ല, ഒരു ഗോൾഡ് ഓണം സീസൺ ഓക്കെ. പക്ഷെ എങ്ങനെ ഉണ്ടായിരുന്നു? ക്ലൈമാക്സ് ആണ് തൂക്കിയത്. സർപ്രൈസ് ഉണ്ട്. സർപ്രൈസ് വൺ പരിപാടി. ലാലേട്ടനൊക്കെ വന്നപ്പോ സെറ്റ്. വേറെ ക്യാമിയോസ് ഉണ്ട്, വന്ന് കാണുക. സെറ്റാണ് പടം. കത്തിക്കാനുള്ളതുണ്ട്. ഓക്കെ, സൂപ്പർ പടമാണ്. വൻ ആക്ഷൻ പരിപാടിയൊക്കെ വെച്ചിട്ട്. ആക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ട്രെയിലറിൽ കാണുന്ന കണക്കുള്ള ഫുൾ ഇടിപ്പടമല്ല. ആദ്യമൊക്കെ എന്ന് വെച്ചാൽ നല്ല രീതിയിൽ കണ്ടിരിക്കുക, ഫാമിലി പടം. പക്ഷെ ലാസ്റ്റ് വരുമ്പോൾ പീക്ക് പോകും. വൻ പരിപാടി. ക്യാമിയോ ഉണ്ട്, വൻ പരിപാടിയാ. ഇവിടെ അഴിഞ്ഞാട്ടൊക്കെ പ്രതീക്ഷ വന്ന ക്യാമിയോ ഹൈ മാത്രമേ ഉള്ളൂ? അടിപൊളിയാണ്. ആ മൊത്തത്തിലൊരു പരിപാടി നോക്കിയാലേ അത് മാത്രമേ ഉള്ളൂ ഹൈ. കുഴപ്പമില്ല, ഒരു നോർമൽ പടമാണ്. പക്ഷെ അതിനകത്ത് മോഹൻലാൽ വരുമ്പോഴത്തേക്ക് അതൊന്നും എലവേറ്റ് ചെയ്തു. പൃഥ്വിയുടെ ഒരു പ്രതീക്ഷിച്ചൊരു സാധനം കിട്ടിയോ? നമുക്കൊരു മാസം, ഭയങ്കര ഒരു മാസം എന്നുള്ള രീതി, പുലിമുരുകൻ എന്നുള്ള രീതിയിലുള്ള പ്രതീക്ഷയൊന്നും ഇല്ല. നമുക്ക് ഒരു നോർമൽ. പക്ഷെ ലാലേട്ടൻ അവസാനത്തെ ക്ലൈമാക്സ് അടിപൊളിയായിരുന്നു. അമ്മാതിരി ഒരു പരിപാടി പിടിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല ആക്ച്വലി. അത്രയ്ക്ക് അങ്ങ് കിടലാണോന്ന് ചോദിച്ചാൽ അതല്ലാതായാലും ഒരു ആവറേജ് സ്ക്രീൻ പ്ലേ. പക്ഷെ കുഴപ്പമില്ല, ഒരു അവസാനത്തെ 5-6 മിനിറ്റിന് വേണ്ടി കാണാം. ലാലേട്ടന്റെ ഹൈ ഒക്കെ കാരണം ഒരു ഇതുണ്ടാവും, ഒരു ഓളം ഉണ്ടാവോ? കുഴപ്പമില്ല ആക്ച്വലി. അത്രേ ഉള്ളൂ. വലിയ കുഴപ്പമില്ല. ലാലേട്ടന്റെ ഹൈ ഒക്കെ ബെസ്റ്റ് ക്യാമിയോ എന്നൊക്കെ പറയാനുണ്ടോ? ഇതുവരെ കണ്ടതില്ല. അത്രയ്ക്കൊന്നും ഇല്ല. എന്നാലും ഒരു ഓണം തൂക്കാനുള്ള പരിപാടി നോക്കാം. നാളെ പടമില്ല. അഹമ്മദ് അലിയാണ് തൂക്കിയത്. കാരണം എൻട്രി ഞാൻ വിചാരിച്ചു ഫ്ലോപ്പ് ആവുന്നു, പക്ഷെ അതായിരുന്നു എൻട്രി.
അതായത് ലാസ്റ്റിലേക്ക് വന്നപ്പോഴാണ് പടം ഒന്ന് ക്ലൈമാക്സ് ആ രക്ഷിച്ചത് സത്യം പറഞ്ഞ പടം. അതായത് കണ്ടു നിന്നവർക്ക് കുറച്ചും കൂടി ഒന്ന് ഒരു ആർപ്പ് വിളിക്കാനും ഒരു കൈ അടിക്കാനൊക്കെ തോന്നിയ ഒരു മൊമെന്റ് അതായിരുന്നു. അതായത് ഫസ്റ്റ് ഹാഫിലോ ഒന്നും കിട്ടായിരുന്ന ആ ഒരു പീക്ക് ലെവലില്ലേ, അത് ക്ലൈമാക്സിലാണ് കിട്ടിയത്. പക്ഷേ അത് വെച്ചിട്ട് പടം സേവ് ആവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ നിങ്ങൾക്ക് ആ ഒരു പീക്ക് ഓറ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്ന് കാണാം. അതിന് ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് പൈസ കൊടുത്തൊന്ന് കാണാം. അല്ലാതെ നോക്കുമ്പോഴത്തേക്ക് പൃഥ്വിരാജിന് ഓറയുണ്ട്. അതായത് പൃഥ്വിരാജ് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്, അതിലൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമുക്ക് ഈ ഇമോഷൻസ് കാര്യങ്ങളൊന്നും അത്ര അങ്ങോട്ട് ഈ സ്റ്റോറി ലൈൻ അത്ര അങ്ങോട്ട് നമുക്ക് ക്യാച്ച് ആയിട്ട് തോന്നിയില്ല ആൾക്കാർക്ക്. അതായത് ഒരു ഇന്റൻസീവായിട്ട് നമുക്ക് പടം കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു തരത്തിലോട്ട് പടം വന്നില്ല. ഓണം തൂക്കാൻ എന്ന് പറയുന്നത് നാളെ നമ്മുടെ ആ ഫാമിലി പടം വരുമല്ലേ, അപ്പം അതിൻ്റെ ഒരു റെസ്പോൺസ് അനുസരിച്ചായിരിക്കും കാര്യങ്ങൾ നടക്കുന്നത്. ഉറപ്പായിട്ടും പറയുകയാണ് സെക്കൻഡ് ഹാഫിലെ ക്ലൈമാക്സ് ഒരു രക്ഷയില്ലാത്ത സാധനമാണ് ചെയ്തു വെച്ചേക്കുന്നത്. പിന്നെ എല്ലാവരും മറ്റേ ട്രോൾ ചെയ്തിട്ടുണ്ടല്ലോ, വൈഫ് മരിച്ചിട്ടില്ല കേട്ടോ, ആരും അത് പേടിക്കണ്ട. പക്ഷെ ആക്ഷൻ സീക്വൻസ് ഒരു രക്ഷയില്ലാത്ത ക്യാമിയോ മാത്രം പ്രതീക്ഷിച്ച് വരണമെന്നാണോ? ക്യാമിയോ മാത്രം അങ്ങനല്ല, ഓൾ ഓവർ സാധനം ഉണ്ട്. ക്ലൈമാക്സിലേക്ക് അടിപൊളിയാണ് സാധനങ്ങൾ. ഫസ്റ്റ് ഹാഫ് കണക്കല്ല, സെക്കൻഡ് ഹാഫ് തൂക്കിയിട്ടുണ്ട്. അത്രേ ഉള്ളൂ. പിന്നെ ടൊവിനോ കത്തിക്കുന്ന ലെവലൊക്കെ ഉണ്ടോ? കത്തിക്കുന്നുണ്ട്. ഉണ്ട്. അത്രേ ഉള്ളൂ. ലാസ്റ്റ് ഒരു നല്ല ക്യാമിയോ ഒക്കെ